ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു എച്ച് ഡിസൈൻ. ഇന്ന് നമ്മൾ ഒരു പാർട്ടി വെയർ ലെഹങ്ക ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കളറിലെ മെറ്റീരിയലാണ്. അപ്പോൾ തമ്മിൽ കാണുന്ന മെറ്റീരിയൽ എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെക്കിൻ്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയായിട്ടോ വരുന്നത്. ആദ്യം നമ്മൾ നെക്ക് വൈഡാക്കി വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രോപ്പ് ടോപ്പ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ നെക്ക് വൈഡായിട്ടാണ്, ബ്ലൗസ് പോലെയല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അത് നെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ കുറച്ച് ലൈൻസ് ഡോട്ട്സ് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ബീഡ്സ് വർക്ക് വരുന്നുണ്ട്. പിന്നെ വി ഷേപ്പ് ആ ഒരു ഭാഗത്തും നമുക്ക് ബീഡ്സാണ് വരുന്നത്. പിന്നെ അതിൻ്റെ താഴെ വീണ്ടും ലൈൻ ബീഡ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ റൗണ്ട് ബീഡ്സ്, പിന്നെ നമുക്ക് കട്ട് ബീഡ്സ് തന്നെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നെക്കിൻ്റെ വിട്ടും ലെങ്തും മെഷർ ചെയ്തിട്ട് വരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ നെക്ക് കാണിക്കുന്നില്ല, കാരണം ഈ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് നമുക്ക് സ്ലീവിൽ വരുന്നത്. അപ്പോൾ അത് സ്ലീവിൻ്റെ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം സ്ലീവ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പ്രത്യേകം മെഷർ ചെയ്തിട്ടല്ല കേട്ടോ ഞാൻ വരച്ചിരിക്കുന്നത്. ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യമേ അങ്ങ് പടം വരച്ച് വെച്ചിരിക്കുകയല്ല. ഞാൻ ആദ്യം ഇതിൻ്റെ ഒരു ബോർഡർ ലൈൻ മാത്രം വരച്ചിട്ടാണ് മുകളിലേക്ക് വർക്ക് ചെയ്ത് പോന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും താഴെ നമ്മൾ കട്ട് ബീഡ്സ് വെച്ചിട്ട് ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ റൗണ്ട് ബീഡ്സ്, പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും കട്ട് ബീഡ്സ് അല്ലെങ്കിൽ ഷുഗർ ബീഡ്സ്, പിന്നെ വി ഷേപ്പിൽ നമ്മൾ കട്ട് ബീഡ്സ് യൂസ് ചെയ്യും. പിന്നെ വീണ്ടും ഷുഗർ ബീഡ്സ് വെച്ച് ലൈൻ പോലെ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ആ ഒരു ഡിസൈൻ നമുക്ക് വരുന്നത്. പിന്നെ ഈ ഒരു സിക്സാഗ് ഷേപ്പിൽ നമുക്ക് ഒരു ഡിസൈൻ, അത് ബീഡ്സ് വർക്ക് തന്നെ, കംപ്ലീറ്റ് ബീഡ്സ് വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇതിൻ്റെ ഒരു മെഷർമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്ലീവ് നമ്മുടെ ഒരു കൈയുടെ ഒരു 15 or 14 ഒക്കെ മതിയാവും. നമുക്ക് ഈ ഒരു ലെഹങ്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലെങ്ത് ഹൈറ്റ് അനുസരിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ മുകളിലേക്ക് വരുമ്പോൾ സ്പ്രെഡ് ചെയ്ത പോലെ ബീഡ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങളുടെ മൈൻഡിൽ വെച്ചോ. ഇതിൽ വെച്ചിട്ടാണ്, ഈ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ, നമ്മൾ ഈ ഒരു തമ്പനിൽ കാണുന്ന ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യണമെന്ന് നോക്കാം. എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ സർദോസി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ കളറിലെ സർദോസി എടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട് ഗോൾഡൻ കളറിലെ. പിന്നെ നമുക്ക് കട്ട് ബീഡ്സ് വേണം, ഞാൻ പറഞ്ഞില്ലേ കട്ട് ബീഡ്സിൻ്റെ കാര്യം. അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഞാൻ ഇവിടെ പാറ്റേൺ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ജസ്റ്റ് ബോർഡർ ലൈൻ മാത്രമേ ഞാൻ വരച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് മുകളിലേക്ക് ഡിസൈൻസ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ വീഡിയോ കാണുക കേട്ടോ, എങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഓരോ ബീഡ്സ് വെച്ചിട്ടും നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ നോർമൽ നീഡിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആര്യ നീഡിൽ ചെയ്ത് വർക്ക് ചെയ്യാൻ അറിയാവുന്നവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇപ്പം നോർമൽ നീഡിൽ വശമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പം നോർമൽ നീഡിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു പാർട്ടി വെയർ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ബോർഡർ ലൈൻ, അതായത് നമ്മുടെ സ്ലീവിൻ്റെ എഡ്ജ് പോർഷനിലെ ബോർഡർ ലൈൻ ഞാൻ ആദ്യം ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ ഈ ഒരു ഷുഗർ ബീഡ് അങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് പോലെയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഒരു ബീഡ്സ് ചെയ്തു, പിന്നെ ബാക്കിലേക്ക് നീക്കിയിട്ടാണ് അടുത്ത ബീഡ്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് അടിയിൽ നല്ല ലോക്ക് ഇട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാഷ് ചെയ്താലൊന്നും ഇത് പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനിടയ്ക്ക് ഇനി ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപോലെ ഒത്തിരി ബീഡ്സ് കോർത്തെടുത്തിട്ട് ചെയ്യുവാണെങ്കിലാണ് നമ്മൾ ലോക്ക് ഇടേണ്ടത്. അപ്പോൾ ഇതിന് പ്രത്യേക ലോക്കിൻ്റെ ആവശ്യമില്ല. ഇതിപ്പം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്കെയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പം ശ്രദ്ധിച്ച് നോക്കിക്കോണം. ഈ ഒരു സ്കെയിലിൽ ഞാനൊരു ഇത്രയും പോർഷൻ വിട്ടിട്ട് കണ്ടോ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇത്രയും വീതിക്കേ ആകാവൂ, അതിലും ഞാനൊരു ബീഡ്സ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു റൗണ്ട് ബീഡ് എടുക്കുക, അത്യാവശ്യം കുറച്ച് വലുപ്പത്തിലുള്ള റൗണ്ട് ബീഡ്. ഈ ഒരു 2 ലൈൻ്റെയും സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് ലോക്ക് ഇട്ട് തന്നെ പോവാണ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ ആദ്യം ലൈൻ നമ്മുടെ ഈ 3/4 അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ എഡ്ജ് പോർഷനിൽ നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ സ്കെയിൽ വെച്ചിട്ട് ഒരു കുറച്ച് പോർഷൻ വിട്ടിട്ട് മുകളിലേക്ക് ഒരു ലൈൻ വരച്ച് കൊടുത്തു. എന്നിട്ട് അതും ബീഡ്സ് വർക്ക് ചെയ്തു. അതിനുശേഷം സെൻറ്ററിലേക്ക് നമ്മൾ ബീഡ്സ് ഫിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ഒരു ഡിസൈൻ തന്നെയാണ് നമുക്കിനിയും തുടർന്നും അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ വീണ്ടും ഒരു സ്കെയിൽ എടുത്തിട്ട് വീണ്ടും ഒരു ലൈൻ ഇത്രയും പോർഷൻ വിട്ടിട്ട്
മനസ്സിലാവണുണ്ടല്ലോ, ഇത്രയും ഒരു പോർഷൻ മതി. വീണ്ടും ഞാനൊരു ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. കട്ട് ബീഡ്സ് എടുത്തിട്ട് നമ്മളുടെ ഈ ഒരു നീഡിലെടുത്തിട്ട് ഒരു 2 or 3 ബീഡ്സ് എടുക്കുക. ഒരു വി ഷേപ്പിൽ നിങ്ങൾ ചെയ്തെടുക്കുക. ഇതേപോലെ ഇപ്പം ഞാൻ ചെയ്യണുണ്ടല്ലോ, അതേപോലെ നിങ്ങൾ ഒരു 3 ബീഡ്സ് അല്ലെങ്കിൽ 2 ബീഡ്സ് നിങ്ങൾക്ക് അതിനകത്ത് എത്ര കൊള്ളാവുന്നോ അതിനനുസരിച്ചിട്ട് ബീഡ്സ് എടുത്തിട്ട് ഇതുപോലെ വി ഷേപ്പിൽ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മളങ്ങനെ ചെയ്ത് ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കി. ഇപ്പം ഞാൻ അത്രയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ അവിടെ ആ ഒരു വി ഷേപ്പ് നമ്മൾ ചെയ്തതിൻ്റെ ഇടയ്ക്ക് കണ്ടോ ഗ്യാപ്പ് കണ്ടോ, അവിടെയൊക്കെ നമ്മളൊരു ഷുഗർ ബീഡ് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യത്തുമില്ല. നമുക്ക് അവിടെ ഒരു കുഞ്ഞു ബീഡ്സ് ഇരിക്കുന്ന ആ ഒരു നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളത് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് നോക്കിയാണ്. ആദ്യം നമ്മൾ ബീഡ്സ് ചെയ്തു, സെൻറ്ററിൽ നമ്മൾ ബീഡ്സ് ഫിക്സ് ചെയ്തു, പിന്നെ വി ഷേപ്പിൽ ചെയ്തു, അതിനകത്തും നമ്മളൊരു കുഞ്ഞു ബീഡ്സ് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. വീണ്ടും ഞാനൊരു സ്കെയിൽ വെച്ചിട്ട് ഒരു ലൈൻ ഇതുപോലെ വരയ്ക്കുകയാണ്. നമ്മളിപ്പോൾ ആദ്യം ചെയ്തില്ലേ 2 ലൈൻ ബീഡ്സ് നമ്മൾ ചെയ്തില്ലേ, അതേപോലെ തന്നെ വീണ്ടും ഞാൻ ചെയ്ത് സെൻറ്ററിൽ ബീഡ്സ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി ഞാൻ സ്കെയിൽ എടുക്കുമ്പോൾ ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ചോളം അത്രയും വീതിക്ക് മതി കേട്ടോ. 1 അല്ലെങ്കിൽ എത്ര നിങ്ങൾക്ക് വീതി എത്രയാണോ വേണ്ടത്. കണ്ടോ? ഇത്രയും ഒരു ലൈനിൽ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മളിവിടെ ഡിസൈനൊന്നും നേരത്തെ വരച്ച് കൊടുത്തിട്ടില്ല. നമ്മൾ എന്താ പറയുക, നമ്മുടെ ഈ ഒരു ലൈൻ മാത്രം, അതായത് നമ്മുടെ ഈ ഒരു എഡ്ജ് പോർഷൻ മാത്രം നമ്മൾ സ്ലീവിൻ്റെ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബാക്കി ഡിസൈൻസൊക്കെ വരച്ച് കൊടുക്കുന്നത്. പിന്നെ മുകളിലത്തെ ലൈനിൽ നിന്ന് താഴേക്ക് ഒരു കുഞ്ഞു ലൈനും കൂടി ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. കണ്ടോ? ആദ്യം നമ്മൾ ചെയ്തിട്ടുള്ള പോലെ തന്നെ ഷുഗർ ബീഡ്സും 2 സൈഡിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡലിലാണ് നമ്മുടെ ഈ ഒരു ഗ്യാപ്പുള്ള പോർഷനിൽ ഇങ്ങനെ വരുന്നത്. ചരിച്ച് നമ്മളുടെ ഫ്ലൈയിങ് സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കട്ട് ബീഡ്സാണ് എടുക്കുന്നത്. കട്ട് ബീഡ്സ് എടുത്തിട്ട് ഓരോ ബീഡ്സായിട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം തുടങ്ങിയ സമയത്തത്തെ ആ ഒരു ബീഡ്സ് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഡിസൈനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. കണ്ടോ? ഈ ഒരു മോഡലിൽ നമുക്ക് ബാക്കിയും കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഒത്തിരി ഗ്യാപ്പ് വരരുത്. ഗ്യാപ്പ് വരാത്ത രീതിയിൽ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഞാനിങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്കെയിൽ വീണ്ടും എടുത്തിട്ടുണ്ട്. ഞാൻ സ്കെയിൽ വീണ്ടും എടുത്തിട്ട് ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും അളവിൽ നമ്മളൊരു ലൈൻസും കൂടെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം ചെയ്തില്ലേ ആ ഒരു ഷുഗർ ബീഡ്സും അങ്ങനെയുള്ള അത് വീണ്ടും നമ്മൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. അപ്പോൾ അതിന് ഒരു എന്താ പറയുക, ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് വീതിക്ക് നമ്മൾ ലൈൻ വരച്ച് കൊടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. കണ്ടോ? മുകളിൽ ഞാനത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലൈൻ നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ നമ്മൾക്ക് നെക്കിലും വരുന്നത്. കണ്ടോ? ഇനിയിപ്പോൾ ഇവിടെ ഞാൻ സെൻറ്ററിലായിട്ട് നമ്മൾ ആ ലൈൻസിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ട് കുറച്ച് ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ആ ഡോട്ട്സ് നമ്മൾ കുറച്ച് ബീഡ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതുകാരണം സ്മോൾ ബീഡ്സ് തന്നെയാണ്, കുറച്ച് വലുപ്പത്തിലുള്ളത്. അപ്പോൾ ആ ബീഡ്സ് 4 ഭാഗത്തായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനത് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ എടുക്കുന്നത് സർദോസിയാണ്. സർദോസി നിങ്ങൾ എടുക്കുമ്പോൾ ഏകദേശം ഈ ഒരു സൈസിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു സൈസിലെടുക്കുക. ഈ ഒരു സൈസിൽ നമുക്ക് കട്ട് ചെയ്ത് ഓരോന്നും കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ആ ഒരു 4 ബീഡ്സിന് വേണ്ടിയിട്ടുള്ള 4 പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു ബീഡ്സിന് താഴേന്ന് നമ്മൾ നീഡിലെടുത്തിട്ട് നമ്മൾ നീഡിൽ കൊണ്ടുവന്ന ത്രെഡ് കൊണ്ടുവന്ന ഭാഗത്തേക്ക് തന്നെ നീഡിലിറക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമുക്കത് ആ ഒരു ഷേപ്പിൽ, അതൊരു ബീഡിൻ്റെ ആ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വീണ്ടും അടുത്ത ബീഡ്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മുടെ മുകളിലത്തെ ഭാഗം ഒന്ന് ലോക്കിട്ട് കൊടുക്കുക. 2 ഭാഗവും ഒന്ന് ലോക്കിട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ അടുത്ത ബീഡ്സ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കണ്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഫ്ലവർ നമ്മൾ ചെയ്തെടുത്തു. ഈ ഒരു എന്താ പറയുക, ആ ഒരു കോളത്തിലത് നിൽക്കുന്ന വിധത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ സെൻറ്ററിൽ ഒരു കുഞ്ഞു ബീഡ്സും കൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു ഫ്ലവർ കഴിഞ്ഞു. കണ്ടോ, ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ. ഇനിയിപ്പോൾ ബാക്കിയൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മുകളിലേക്ക് വീണ്ടും ഒരു 2 ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്തില്ലേ, അത് തന്നെ വീണ്ടും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം വലിയ കോളം ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ചെറിയ കുഞ്ഞു കോളം ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കോളംസ് എല്ലാം ചെയ്ത് കൊടുക്കുക. ഇനി സെൻറ്ററിൽ നമ്മളൊരു കുഞ്ഞു ഷുഗർ ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ചുറ്റും ഒരു 8 ബീഡ്സ് അല്ലെങ്കിൽ 9 ബീഡ്സ് അത് തന്നെ ഷുഗർ ബീഡ്സ് തന്നെ എടുത്തിട്ട് റൗണ്ടിലാക്കി എടുക്കുക. റൗണ്ടിൽ നമ്മൾ എത്രയാണ് അളവ് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനകത്തൂടെ നമ്മൾ ആദ്യം കോർത്ത ആ ബീഡ്സിനകത്തൂടി നീഡിലിറക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് ആ ഒരു ബീഡ്സ് നമുക്ക് ഫ്ലവർ കിട്ടും. നമുക്ക് മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്ത് പോകുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ഭാഗം വരുമ്പോഴും അങ്ങനെ തന്നെ ചെയ്ത് ശ്രമിക്കുക. ലോക്കിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. ഇനിയിപ്പോൾ അടുത്തതും കൂടെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ ഭാഗവും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി മുകളിലേക്ക് ഒരു ഫ്ലൈയിങ് സ്റ്റിച്ച് പോലെ V ഷേപ്പിൽ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർക്ക് തീരും. അപ്പോൾ ഈ ഒരു സെയിം വർക്ക് തന്നെയാണ് നമ്മുടെ ഒരു നെക്കിനും വരുന്നത് കേട്ടോ. നെക്കിന് നമ്മളിതുപോലെ ബോർഡറിൽ ഷുഗർ ബീഡ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം റൗണ്ട് ബീഡ്സ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ അതിനകത്ത്. ഇതുപോലെ 2 കട്ട് ബീഡ്സും ഒരു ഷുഗർ ബീഡും കൂടി ആയിട്ടോ ഈ ഒരു ഫ്ലവറിന് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ. എന്നിട്ട് സെൻറ്ററിൽ കൂടി ഒരു ബീഡ്സും കൂടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ബീഡ്സും ഒരു ഷുഗർ ബീഡ്സും കൂടി. പിന്നെ മുകളിലേക്ക് നമ്മുടെ സ്ലീവിൻ്റെ ഷോൾഡർ ഭാഗം വരെയും ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഇനി തന്നെ സെൻറ്ററിൽ ഒരു കുഞ്ഞു ബീഡ്സും കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഡിസൈൻ. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള ഫ്ലവറും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് വരുന്നത്. മനസ്സിലായി? അപ്പോൾ ഇതിൽ കുറച്ച് പോർഷൻ മാത്രമേ ചെയ്ത് കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ആദ്യം നമ്മൾ ചെയ്ത് കൊടുത്ത പോലെ നോക്കിയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നെക്കെന്ന് പറയുന്നത് ഇങ്ങനെയായിട്ടോ വരുന്നത്. നെക്കിൻ്റെ ഈ സെയിം ഡിസൈൻ തന്നെയാണ് നമ്മളിപ്പോൾ സ്ലീവിന് ചെയ്ത് കാണിച്ചത്. നമ്മളിതുപോലെ ബോർഡർ ലൈനിൽ ഷുഗർ ബീഡ്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ V ഷേപ്പിൽ നമ്മുടെ ഈ ഒരു കട്ട് ബീഡ്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കട്ട് ബീഡ്സാണ് നമ്മളുടെ ആ ഒരു V ഷേപ്പിൽ വന്നിട്ടുള്ളത്. പിന്നെ ലൈൻ, പിന്നെ നമുക്കിതാ ഈ ഒരു ലൈനാണ് അവിടെ വീണ്ടും വന്നിട്ടുള്ളത്. പിന്നെ താഴേക്ക് കണ്ടോ 3 കുഞ്ഞു ഫ്ലവേഴ്സ് ഏറ്റവും ടോപ്പിൽ നമ്മളിപ്പോൾ ചെയ്തില്ലേ, നമ്മളിപ്പോൾ 2 ബീഡ്സും ഒരു ഷുഗർ ബീഡും കൂടെ ചെയ്തില്ലേ, അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ റൗണ്ട് എന്ന് പറയുന്നത് താഴത്തെ ആ ഒരു റൗണ്ട് പോർഷനാണ് ഈ റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഡിസൈൻ. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. ഇതൊരു പാർട്ടി വെയർ ലെഹങ്ക ഡിസൈനാണ്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞു തരുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ ഇതേപോലെ ഈ V ഷേപ്പ് ആണ് നമുക്ക് ആ മുകളിൽ വന്നിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ആ ബോർഡർ ലൈനാണ് ആ ഷുഗർ ബീഡ്സ് ഒക്കെ ഫിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മുകളിലത്തെ ടോപ്പിൽ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് താഴെ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്